എല്ലാവർക്കും നമസ്കാരം. നാരായണീയ സഹസ്രം 433 ദിവസം. നമ്മളിന്ന് 42 ദശകത്തിലെ 8 ശ്ലോകത്തിലേക്ക് പാരായണ പ്രഭാഷണങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ആ മഹാഭാരതം കഥയിൽ ഇനി ആ പരശുരാമനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. യുധിഷ്ഠിരൻ കൗശികി നദിയുടെ തീരത്തിലൂടെ എല്ലാ തീർത്ഥങ്ങളിലും പോയി ഗംഗ സമുദ്രത്തിൽ പതിക്കുന്ന സ്ഥലത്തെത്തി സ്നാനം ചെയ്തു. 500-ൽ പരം നദികളിലെ ജലം കൂടിക്കലർന്നാണ് ഗംഗ സമുദ്രത്തിൽ പതിക്കുന്നത്. സമുദ്രതീരം വഴി സഞ്ചരിച്ച പാണ്ഡവർ കലിംഗദേശത്തെത്തി. ഇത് കലിംഗദേശമാണ്. ആ കാണുന്നത് വൈതരണി നദിയാണ്. ഇവിടെ ദേവന്മാരുടെ സഹായത്തോടെ പണ്ട് ധർമ്മരാജൻ യാഗം ചെയ്തിട്ടുണ്ട്. പാണ്ഡവർ പാഞ്ചാലിയോടൊപ്പം വൈതരണിയിൽ സ്നാനവും തർപ്പണവും നടത്തി. യുധിഷ്ഠിരൻ ലോമശനോട് പറഞ്ഞു, മഹർഷേ, ഈ ജലത്തിൽ ആചമനം നടത്തിയപ്പോൾ തന്നെ ഞാൻ സംസാര വിഷയങ്ങളിൽ നിന്നും മോചനം നേടിയിരിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ എനിക്ക് എല്ലാ ലോകങ്ങളും കാണാൻ കഴിയുന്നു. കേട്ടാലും വാനപ്രസ്ഥം സ്വീകരിച്ച മഹാത്മാക്കളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ലോമശൻ പറഞ്ഞു, രാജാവേ, നിശബ്ദനായിരുന്നാലും ഈ ശബ്ദം 30,000 യോജന അകലെ നിന്നാണ് കേൾക്കുന്നത്. പിന്നീട് മഹേന്ദ്രപർവ്വതത്തിൽ പാണ്ഡവർ ഒരു രാത്രി തങ്ങി. താപസന്മാർ അവിടെ സൽക്കരിച്ചു. ഭൃഗു, അങ്കിരസ്, വസിഷ്ഠൻ, കശ്യപൻ എന്നിവരുടെ ഗോത്രക്കാരായ മഹർഷിമാരെ ലോമശൻ പാണ്ഡവർക്ക് പരിചയപ്പെടുത്തി. യുധിഷ്ഠിരൻ അവരെയെല്ലാം പ്രണമിച്ചു. പരശുരാമന്റെ അനുചരനായ അകൃതപുരാണനോട് ധർമ്മജൻ ചോദിച്ചു, ശ്രീ പരശുരാമന്റെ ദർശനം എപ്പോൾ കിട്ടും? അകൃതപുരാണം പറഞ്ഞു, അദ്ദേഹം ഏവരുടെയും അന്തർഗതം അറിയുന്നുണ്ട്. അങ്ങ് ഇവിടെ എത്തിയ കാര്യവും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങയോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. ആ സ്ഥിതിക്ക് താമസിയാതെ ദർശനം ലഭിക്കും. ചതുർദശിക്കും അഷ്ടമിക്കും അദ്ദേഹം താപസന്മാർക്ക് ദർശനം നൽകും. ഈ രാത്രി കഴിയുമ്പോൾ ചതുർദശിയാകുമല്ലോ. മഹാബലവാനായ പരശുരാമന്റെ അനുചരനായ അങ്ങയ്ക്ക് അദ്ദേഹത്തിന്റെ പൂർവകൃത്യങ്ങളെയെല്ലാം കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ക്ഷത്രിയന്മാരെ തോൽപ്പിക്കാനുണ്ടായ കാരണം അറിയാൻ ആഗ്രഹമുണ്ട്. പറഞ്ഞു തന്നാലും. ഒരു വലിയ കഥയാണ്. 1000 ഭൂതങ്ങളുള്ള കാർത്തിവീര്യാർജുനൻ ഹൈഹേയ വംശത്തിൽ ജനിച്ച ഒരു രാജാവായിരുന്നു. ആ ദത്താത്രേയന്റെ കാരുണ്യത്താൽ ഒരു സ്വർണരഥവും അയാൾക്ക് കിട്ടിയിരുന്നു. ഭൂമിയിലെ സകല ജീവികളുടെയും മേൽ അയാൾക്ക് അധികാരമുണ്ടായിരുന്നു. അയാളുടെ രഥത്തെ തടുക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ദേവന്മാരുടെയും അയാൾ ചവിട്ടി മെതിച്ചിരുന്നു. സകല ജീവികളും അയാളെ കൊണ്ട് പൊറുതിമുട്ടി കഴിയുകയായിരുന്നു. അക്കാലത്ത് വനവാസിയായിരുന്ന കന്യാകുബ്ജ രാജാവായ ഗാധിക്ക് സത്യവതി എന്നൊരു പുത്രനുണ്ടായി. ഭൃഗുപുത്രനായ ഋചികൻ രാജാവിനോട് കന്യകയെ ആവശ്യപ്പെട്ടു. രാജാവ് വിവാഹം നടത്തി കൊടുത്തു. ഭൃഗു മഹർഷി പിന്നീടാണ് വന്നത്. പുത്രവധുവിനെ കൊണ്ട് അദ്ദേഹം സന്തോഷിച്ച് വരം നൽകാൻ ഒരുങ്ങി. സന്തുഷ്ടനായ ശ്വശുരനോട് അവൾ തൻ്റെ മാതാവിന് ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് വരം ഉപദേശിച്ചു. ഭൃഗു, നിങ്ങൾ ഇരുവരും ഋതുസ്നാനം കഴിഞ്ഞ് വെവ്വേറെ 2 മരങ്ങളെ ആലിംഗനം ചെയ്യണം. നീ അരയാലിനെയും നിന്റെ മാതാവ് അത്തിയെയും ലോകയാത്രക്കിടയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയ 2 ഇനം ഭക്ഷ്യങ്ങളുണ്ട്. ഇവയും ശ്രദ്ധയോടെ ഭക്ഷിക്കണം. ഇത്രയും പറഞ്ഞിട്ട് മുനി അന്തർധാനം ചെയ്തു. ഭക്ഷ്യങ്ങൾ ഇരുവർക്കും വെവ്വേറെ കൊടുത്തു. തമ്മിൽ മാറി അവർ ഭക്ഷിച്ചു. ആലിംഗനം ചെയ്ത വൃക്ഷങ്ങളും മാറിപ്പോയി. വളരെ നാൾ കഴിഞ്ഞ് മടങ്ങി വന്ന മഹർഷി ദിവ്യദൃഷ്ടി കൊണ്ട് സംഭവം അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സത്യവതി, നിന്റെ അമ്മ തന്നെ നിന്നെ വഞ്ചിച്ചു.
നിങ്ങൾ ആലിംഗനം ചെയ്ത വൃക്ഷങ്ങൾ മാറിപ്പോയി. ഞാൻ തന്ന ഭക്ഷ്യവും നിങ്ങൾ മാറിയാണ് ഭക്ഷിച്ചത്. അതുകൊണ്ട് നിന്റെ പുത്രൻ ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയ സ്വഭാവമുള്ളവനാകും. നിന്റെ മാതാവിനുണ്ടാകുന്ന മകൻ ബ്രാഹ്മണ സ്വഭാവങ്ങളുള്ള ക്ഷത്രിയനായിരിക്കും. അവർ മഹർഷിയെ സൽക്കാരങ്ങൾ കൊണ്ട് സന്തുഷ്ടയാക്കി തന്റെ പുത്രൻ നേരെയാകണമെന്ന് അഭ്യർത്ഥിച്ചു. മഹർഷി അവളെ അനുഗ്രഹിച്ചു. യഥാകാലം അവളിൽ നിന്ന് പ്രതാപശാലിയും തേജസ്വിയുമായ ജമദഗ്നി ജനിച്ചു. വേദാഭ്യാസത്തിന് ശേഷം ജമദഗ്നി പ്രസേനജിത്ത് എന്ന രാജാവിന്റെ മകളായ രേണുകയെ വിവാഹം ചെയ്തു. അവൾ ഭർത്താവിനെ അനുകരിച്ച് തപസ്സിൽ മുഴുകി കഴിഞ്ഞുകൂടി. അവൾക്ക് യഥാകാലം 5 പുത്രന്മാരുണ്ടായി. 5-മത്തെ പുത്രനായിരുന്നു പരശുരാമൻ. ഇളയ മകനാണെങ്കിലും സദ്ഗുണങ്ങളുടെ കാര്യത്തിൽ ജ്യേഷ്ഠന്മാരെക്കാൾ മുമ്പിലായിരുന്നു പരശുരാമൻ. ഒരിക്കൽ പുത്രന്മാർ പഴങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ രേണുക കുളിക്കാൻ പോയി. സ്നാനം കഴിഞ്ഞ് മടങ്ങവേ അവൾ ചിത്രരഥൻ എന്ന രാജാവ് ജലക്രീഡ നടത്തുന്നത് കണ്ടു. സമ്പന്നനായ രാജാവിന്റെ ജലക്രീഡ ഒളിക്കണ്ണിട്ട് നോക്കിയ രേണുകയെ മനസ്സിലാക്കി ചിത്ത ചാഞ്ചല്യത്തോടെ വശം കെട്ട് അവൾ ആശ്രമത്തിലെത്തി. മഹാതാപസനായ ജമദഗ്നി രേണുകയുടെ മനസ്സിലുണ്ടായ വികാരം കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം അവളെ നിന്ദിച്ചു. അതിനിടയിൽ പുത്രന്മാരായ രുക്മവാൻ, സുഷേണൻ, വസു, വിശ്വാവസു എന്നിവർ അവിടെ വന്നെത്തി. അവരിൽ ഓരോരുത്തരോടും മുറയ്ക്ക് മഹർഷി മാതാവിനെ വധിക്കാൻ ആജ്ഞാപിച്ചു. മാതാവിനോടുള്ള സ്നേഹം നിമിത്തം അവരാരും ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞുമില്ല. അവരെല്ലാം മന്ദബുദ്ധികളാകട്ടെ എന്ന് മഹർഷി ശപിച്ചു. ഒടുവിൽ ശ്രീ പരശുരാമൻ അവിടെ എത്തി. ജമദഗ്നി പറഞ്ഞു, മകനെ, ഈ മഹാപാപിയെ വധിക്കൂ. ഇവനെ ചൊല്ലി നീ ഖേദിക്കരുത്, ഇവളെ ചൊല്ലി. ഇത് കേട്ട മാത്രയിൽ പരശുരാമൻ തന്റെ മഴുവെടുത്ത് മാതാവിന്റെ കണ്ഠം മുറിച്ചു മാറ്റി. ജമദഗ്നിയുടെ ക്രോധം ശമിച്ചു. സന്തുഷ്ടനായ മഹർഷി പറഞ്ഞു, മകനെ, ഞാൻ പറഞ്ഞതനുസരിച്ച് നീ ദുഷ്കരമായ കാര്യം ചെയ്തു. അതുകൊണ്ട് നിന്റെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞോളൂ, ഞാൻ അവയെല്ലാം വരമായി നൽകാം. അച്ഛാ, എൻ്റെ അമ്മ ജീവിച്ചിരിക്കണം. ഞാൻ ചെയ്ത പ്രവൃത്തി അമ്മയുടെ ഓർമ്മയിലുണ്ടാവരുത്. അവർ മനസ്സ ചെയ്ത പാപം ഇല്ലാതാകണം. എൻ്റെ സഹോദരന്മാരെല്ലാം സ്വസ്ഥ ബുദ്ധികളാകണം. പോലെ എന്നോട് എതിരാടാൻ ആരും ഉണ്ടാകരുത്. എനിക്ക് ദീർഘായുസ് ലഭിക്കണം. പുത്രന്റെ ഈ ആഗ്രഹങ്ങളെല്ലാം സഫലമാകാൻ ജമദഗ്നി വരവും നൽകി. ഒരു ദിവസം മഹർഷിയുടെ പുത്രന്മാരെല്ലാം അകലെ എങ്ങോ പോയിരിക്കെ അനുപ്രദേശത്തിലെ രാജാവായ കാർത്തികവീരാർജുനൻ ആശ്രമത്തിലെത്തി. രേണുക രാജാവിന് ആതിഥ്യം നൽകി സ്വീകരിച്ചു. യുദ്ധഭ്രാന്തമുഴുത്ത രാജാവ് സൽക്കാരത്തിനൊന്നും വലിയ വില കൽപ്പിച്ചില്ല. ആശ്രമവൃക്ഷങ്ങൾ രാജാവ് വെട്ടി നശിപ്പിച്ചു. ഹോമധേനുവിന്റെ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി. പരശുരാമൻ ആശ്രമത്തിൽ വെച്ച് വന്ന ഉടനെ ജമദഗ്നി വിവരങ്ങളെല്ലാം പറഞ്ഞു. വില്ലുമേന്തിക്കൊണ്ട് പോരിനിറങ്ങിയ പരശുരാമൻ കാർത്തികവീരാർജുനന്റെ 1000 ഭുജങ്ങളും അരിഞ്ഞു വീഴ്ത്തി. അതോടെ രാജാവ് കാലഗതി പൂകി. ക്രുദ്ധനായ രാജകുമാരന്മാരെ പരശുരാമന്റെ അസാന്നിധ്യത്തിൽ ആശ്രമത്തിലായിരുന്ന ജമദഗ്നിയുടെ മേൽ ചാടി വീണു. പരമസാത്വികനും തേജസ്വിയുമായ ജമദഗ്നി പോരിനൊരുങ്ങിയെങ്കിലും അവർ അദ്ദേഹത്തെ വധിച്ചു. ആ സമയത്ത് മഹർഷി അനാഥനെ പോലെ രാമ രാമ എന്ന് നിലവിളിക്കുകയായിരുന്നു. രാജകുമാരന്മാർ പോയി കഴിഞ്ഞപ്പോൾ പരശുരാമൻ ചമത ശേഖരിച്ച് ആശ്രമത്തിൽ മടങ്ങിയെത്തി. തന്റെ പിതാവ് ഈ വിധം വധിക്കപ്പെട്ടതിൽ ദുഃഖിതനായ പരശുരാമൻ വിമ്മി കരഞ്ഞു. പിതാവിന്റെ സംസ്കാരകർമ്മം നടത്തിയിട്ട് ക്ഷത്രിയരെ ഒന്നടങ്കം സംഹരിക്കുമെന്ന് അദ്ദേഹം ശപഥം ചെയ്തു. ക്രോധാവേശത്താൽ യമരാജതുല്യനായ പരശുരാമൻ കാർത്തികവീരാർജുനന്റെ പുത്രന്മാരെയെല്ലാം വധിച്ചു. അവരുടെ പക്ഷം പിടിച്ച ക്ഷത്രിയന്മാരെയും ഒന്നൊഴിയാതെ അദ്ദേഹം ഗളച്ഛേദം നടത്തി. അങ്ങനെ 21 തവണ പരശുരാമൻ ഭൂമിയെ ക്ഷത്രിയരഹിതനാക്കി. മാത്രമല്ല, കുരുക്ഷേത്രത്തിലെ സമന്തപഞ്ചകം എന്ന തടാകങ്ങളെല്ലാം ക്ഷത്രിയരുടെ രക്തം കൊണ്ട് നിറച്ചു. ഈ ഘട്ടത്തിൽ ഋചിക മഹർഷി വന്ന് തടഞ്ഞതുകൊണ്ട് ക്ഷത്രിയ സംഹാരം മതിയാക്കി അദ്ദേഹം തപസ്യനായി മഹേന്ദ്രഗിരിയിലേക്ക് പോയി. അടുത്ത ദിവസം പരശുരാമൻ പാണ്ഡവർക്ക് ദർശനം നൽകി. അവർ പരശുരാമനെ പൂജിച്ചു. അദ്ദേഹത്തിന്റെ
ആജ്ഞയനുസരിച്ച് അങ്ങ് അവിടെ വസിച്ചിട്ട് അടുത്ത ദിവസം പാണ്ഡവർ ദക്ഷിണകാശിയിലേക്ക് യാത്ര തുടർന്നു. നമ്മൾ ആ പാണ്ഡവരുടെ തീർത്ഥയാത്രയാണ് പാരായണം ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ കഥകളെയൊക്കെ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പാരായണത്തിലേക്ക് കിടക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം കോമളം കൂജേൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മാഭാസതാം പുരതോ മമ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാമേകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാരക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേതുഭ്യം നമോ നമഃ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹരിശ്രീ ഗണപതേ നമഃ വിഘ്നമസ്തു. ഹരിശ്രീ ഗണപതേ നമഃ അവിഘ്നമസ്തു. ഹരിശ്രീ ഗണപതേ നമഃ അവിഘ്നമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണീയ സാഹസ്രം 433 ദിവസം. നമ്മളിതാ എട്ടാമത്തെ ശ്ലോകത്തിലേക്ക് പാരായണ പ്രഭാഷണങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. 42ാമത്തെ ദശകം ശകടാസുരവധം. പ്രവാളതാമ്രം കിമിദം പദം ക്ഷതം സരോജരമ്യോനുകരോ വിരോചിതൗ ഇതി പ്രസർപ്പൽ കരുണാതരംഗിതാത്വദംഗമാപാം സ്പൃശുരം ഗനാജനാഃ. പ്രവാളതാമ്രം കിമിദം പദം ക്ഷതം സരോജരമ്യോനുകരോ വിരോചിതൗ ഇതി പ്രസർപ്പൽ കരുണാതരംഗിതാത്വദംഗമാസ്പൃശുരം ഗനാജനാഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അങ്ങനെ നമ്മൾ 8ാമത്തെ ശ്ലോകവും പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ സജ്ജനങ്ങളെ ഈ ഒരു സത്സംഗത്തിലേക്ക് കൊണ്ടെത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിന് ഇതിലെ വീഡിയോസിൻ്റെയൊക്കെ ലിങ്കുകൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഗുരുവാദപരീദാസദാസദാസോപ്യഹം ച ഭോഃ കേശവാശ്രിതഭാവേന ഭാസത്തെ ഹൃദയേശ്വര. ഭജാമി സതതം തവ ചരണയുഗമംബികേ ത്വാം ബിന്ദുരൂപിണീമുമാം മതിവദനാം ച സുഹാസിനീം മല്ലികാമംഗലനിവാസിനീം മമ പരദേവതാം സിംഹാരൂഢാം ച ശ്രീം ഇമാം ദുർഗാം ശ്രീരാജരാജേശ്വരീം ശ്രീപത്മനാഭപുരേ വസന്തം ശ്രീവൈഷ്ണവം രൂപം ഇദം ദധാനം ശ്രീതപ്രിയം നിത്യമുപാശ്രിതാനാം ശ്രീപത്മനാഭൈ വയം നമാമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീകൃഷ്ണ. നമസ്കാരം. ശകടാസുര മോക്ഷം ഭഗവാന്റെ ലീലകളിൽ, പ്രത്യേകിച്ചും കൃഷ്ണലീലകളിൽ മോക്ഷം എന്ന പദത്തിന് പ്രാധാന്യമുള്ളൂ. വധം എന്നുള്ളതിന് പ്രസക്തിയില്ല. നമുക്കറിയാം മരീച വധം
വിരാധവധം, ഖരവധം അങ്ങനെയൊക്കെ രാമായണത്തിൽ കാണാം. പക്ഷേ ഇവിടൊക്കെ മോക്ഷമാണ്. സാമാന്യേന കംസമോക്ഷം എന്ന് പറയാറില്ലെങ്കിലും തദേവ രൂപം ദുരവാപമാപ എന്ന് കംസമോക്ഷത്തിൽ ശ്രീ ശുഖബ്രഹ്മർഷി പറയുന്നുണ്ട്. അതായത് ആ രൂപത്തെ തന്നെ ചക്രായുധധാരിയായി ചതുർഭുജനായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു എന്നാണ്. അപ്പോൾ ആ രൂപത്തെ തന്നെ പ്രാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് മോക്ഷം തന്നെയാണ്. കംസവധം എന്നാണ് പറയാറുള്ളതെങ്കിലും കംസനും കിട്ടിയത് മോക്ഷമാണ് എന്നർത്ഥം. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, പരമാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ജനനം വധം അങ്ങനെ രണ്ടില്ല എന്നുള്ളത്. ജനനവധ ഭാവങ്ങളില്ല എന്നർത്ഥം, ആദി അന്തങ്ങളില്ല. അപ്പോൾ തൻ്റെ ഭാവം ജീവാത്മാവിലേക്ക് സംക്രമിപ്പിക്കുന്നു, ജീവാത്മാവിനെ ലയിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ വധം അല്ലെങ്കിൽ മോക്ഷം എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്നർത്ഥം. അവിടെ ദ്വൈതഭാവമില്ല എന്നർത്ഥം. കൊന്നു കൊന്നില്ല എന്നുള്ള ഭാവമില്ല, ശിക്ഷിച്ചു രക്ഷിച്ചു എന്നുള്ള ഭാവം വരുന്നില്ല അവിടെ. രണ്ടായാലും തന്നിലേക്കുള്ള ലയമാണ്. അതാണ് പരമാത്മാ ഭാവത്തിൻ്റെ പ്രത്യേകത. ജീവാത്മാക്കളായിട്ടുള്ള ആളുകൾ ശരീരം സ്വീകരിച്ച് തൻ്റെ അംശം തന്നെ ഇറങ്ങി തിരിച്ചപ്പോൾ ഒരിക്കൽ തന്നിലേക്ക് എത്തിച്ചേരണം എന്ന പരമാത്മാവിൻ്റെ വിചാരം ആ ശക്തി ചൈതന്യത്തിലേക്ക് വീണ്ടും ലയിക്കുന്ന അവസ്ഥ, ആ അവസ്ഥ അത് ഏതു പ്രകാരം എന്നില്ല. അത് പുറമേ നിന്നുള്ളവർക്ക് വധമായിട്ട് തോന്നും, അല്ലാത്തവർക്ക് എന്താ പറയുക രക്ഷയായിട്ട് തന്നെ കാണാൻ സാധിക്കുന്ന അർത്ഥം. ജ്ഞാനികൾക്ക് ഈ വധം രക്ഷ അങ്ങനെ രണ്ടില്ല. വധിക്കുന്നത് തന്നെ ഒരു രക്ഷയായിട്ടാണ് കണക്കാക്കുക. കാരണം ഒരു ജീവാത്മാവിൻ്റെ കർമ്മം അവസാനിപ്പിക്കുകയാണ് ചെയ്യണത് വധിക്കുമ്പോൾ. അപ്പോൾ ഭഗവാൻ തന്നിലേക്ക് ലയിപ്പിക്കും എന്ന ഉറപ്പുള്ള ഒരു ലീലയാണ് കൃഷ്ണലീല. അത് ഗോപന്മാർക്കാവാം, ഗോപിമാർക്കാവാം, രുക്മിണിയാദി പത്നിമാർക്കാവാം, ഇനി അച്ഛനമ്മമാർക്കാവാം, കൂട്ടുകാർക്കാവാം. പക്ഷേ മറ്റൊരു ലീലയിലും ഇല്ലാത്തതുപോലെ ശത്രുക്കൾക്കും ഇവിടെ ആ സ്ഥാനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഭഗവാന്റെ ആ ആത്മാരാമാവസ്ഥ അവിടെ തെളിയല്ലേ ചെയ്യണത്. നമ്മൾ പറയുന്നു കൃഷ്ണൻ എനിക്ക് പ്രിയപ്പെട്ട ആളാണ്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശ്വരൻ ശ്രീകൃഷ്ണനാണ്. പക്ഷേ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഇഷ്ടമാണെന്നർത്ഥം. അദ്വൈത ഭാവത്തിലിരിക്കുന്ന ശക്തിയാണ് പരമാത്മാവ് എന്നുള്ളതുകൊണ്ട് ആ പരമാത്മാവ് തന്നെ രൂപം പ്രാപിച്ചു വന്നതാണ് ഭഗവാൻ എന്നുള്ളത് തെളിയിക്കുന്നതാണ് കൃഷ്ണലീലകൾ. കാരണം നേരത്തെ പറഞ്ഞത് തന്നെ വിദ്വേഷമില്ല, സ്നേഹമില്ല, എന്താ പറയുക മറ്റൊരു ദ്വൈതഭാവങ്ങളും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ദ്വൈതികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ഭഗവാന്റെ ലീലകളെ വേറിട്ട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് വേറിട്ട് കാണാൻ വേണ്ടി തന്നെയാണ് ഭഗവാന്റെ ലീലകളും. കാരണം അത്തരത്തിൽ വേറിട്ട് കണ്ടാലേ എൻ്റെ ആത്മാരാമാവസ്ഥ ചിന്തയിലൂടെ സാമാന്യ ജനത്തിന്, ഭക്തജനത്തിന് മനസ്സിലാവുള്ളൂ. അപ്പം പുറമേ നമ്മൾ എന്ത് നോക്കിയാലും ശരി, കൃഷ്ണലീലകളിൽ ഉള്ള രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലീലകളിലും പരമാത്മഭാവം തെളിയിക്കുന്നുണ്ട്. ഇവിടെ യശോദയോട് കാണിക്കുന്ന ഭാവം പൂതനയോടും, കൂട്ടുകാരോട് കാണിക്കുന്ന ഭാവം മറ്റ് അസുരന്മാരോടും, രാധയോട് കാണിക്കുന്ന പ്രേമം രുക്മിണിയാദി പത്നിമാരോടും ഒക്കെ ഭഗവാൻ കാണിക്കുന്നതിൻ്റെ ലക്ഷണം തന്നെ, അല്ലെങ്കിൽ ലീലയുടെ സ്വഭാവം കൊണ്ട് തന്നെ ഭഗവാൻ ആത്മാരാമനാണെന്നും ദ്വൈതാവസ്ഥയിൽ നിന്ന് ഉപരിയാണെന്നും ലീലകളെ ശ്രദ്ധാപൂർവം നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ, അനലൈസ് ചെയ്താൽ മനസ്സിലാവും. അതുകൊണ്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് സൂതാചാര്യൻ ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ കാരണം സ്വയമാണ്. കാരണം ദ്വൈതാവസ്ഥയില്ല. ശ്രീരാമചന്ദ്രനായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസമായിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ ആ ശ്രീരാമചന്ദ്ര ഭാവത്തിൽ തന്നെ ദ്വൈതം ധാരാളം ഉണ്ടായിരുന്നു. ദ്വൈത
സാധാരണ മനുഷ്യനാവാൻ വേണ്ടി ഭഗവാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് ശ്രീരാമ അവതാരത്തിൽ. പക്ഷെ ഇവിടെ ഭഗവാൻ താൻ ആരോ താൻ എങ്ങനെയോ അതുപോലെ വന്നതാണ് കൃഷ്ണാവതാരം. അദ്വൈതമാണെന്നർത്ഥം. അടുത്തു വരുന്നവരെ മുഴുവൻ തന്നിലേക്ക് ലയിപ്പിക്കുക, അടുത്ത് വരുന്നവരെ മുഴുവൻ തന്നോട് സ്വാധീനം കൊണ്ട് ആ വ്യക്തിയുടെ സ്വഭാവത്തെ മാറ്റുക, ആറ്റിറ്റ്യൂഡിനെ മാറ്റുക. സജ്ജനങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. സജ്ജന സംസർഗം വേണം എന്ന് പറയാൻ എന്താ കാരണം? സജ്ജനങ്ങളുമായിട്ട് സംസർഗം ചെയ്യുന്നവർ അവരുടെ മുൻപത്തെ ഒരു ചിന്താഗതിയാവില്ല. റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവരുടെ ഭാവം മാറിയിട്ടുണ്ടാവും എന്നർത്ഥം, ചിന്താഗതി മാറിയിട്ടുണ്ടാവും. സ്വാമിജിയുടെ കഥയിൽ, വിവേകാനന്ദ സ്വാമികളുടെ കഥകളിൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ ശ്രീകോവിലിൽ വെച്ച് തന്നെ ആലിംഗനം ചെയ്തു എന്നാണ്. ഗുരുനാഥൻ ആലിംഗനം ചെയ്തപ്പോൾ ബോധം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് സ്വാമിജി. അവിടെ ബോധം തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ ആ ശ്രീകോവിലുണ്ടായിരുന്നു. ആ ബോധം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ എന്നുള്ളതാണ് ദിവ്യാനുഭവമായിട്ട് സ്വാമിജി പിന്നീട് മനസ്സിലാക്കിയിട്ടുള്ളത്. സജ്ജന സംസർഗത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു അദ്വൈതാവസ്ഥയുണ്ട്. അതുതന്നെയാണ് ഭഗവാന്റെ അടുത്തെത്തുമ്പോൾ ഏത് ദുഷ്ടവ്യക്തിക്കും ഉണ്ടാവുന്നത്. കർണനെ നോക്കാം, നമുക്ക് ദുര്യോധനെ നോക്കാം, ജരാസന്ധനെ നോക്കാം, ശിശുപാലനെ നോക്കാം. ആരെ നോക്കിയാലും അവിടെയെല്ലാം നമുക്ക് കാണാവുന്ന ഒരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാം ഭഗവാനോട് ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. ശത്രുക്കളെ ഇഷ്ടപ്പെടുക എന്നൊരു ഭാവമുണ്ട്. ഇത് ശത്രുവിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും. ആ ശത്രുതാഭാവം മറന്ന് അയാളുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുക എന്നുള്ളത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ അദ്വൈത ഭാവം. ശിശുപാലനോടുള്ള പോലെ തന്നെയാണ് ഭഗവാൻ അർജുനനോടുള്ളൂ. ധർമ്മപുത്രനോടുള്ള പോലെ തന്നെയാണ് ദുര്യോധനോടും. ഇത് ഭഗവാൻ പല ഘട്ടങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അതങ്ങനെയാണെന്ന് തെളിയിക്കാൻ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവാൻ തക്കവണ്ണം ഭഗവാൻ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, കൃഷ്ണലീലകളിൽ എന്തുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവായിട്ട് ഈ ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി എന്ന് ഭട്ടതിരിപ്പാട് ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത്, ഗുരുവായൂരപ്പ അവിടുന്ന് തന്നെയാണ് പരമാത്മാവ് എന്ന് അദ്ദേഹം തെളിയിച്ചത് ഈ ദ്വൈതഭാവം ഇല്ലാത്ത അവസ്ഥയിൽ ആണ്. ശ്രീകൃഷ്ണാവതാരത്തിലേക്ക് വരുമ്പോഴേക്കും തൻ്റെ കൂടെ അഭിനയിച്ചവർക്ക് മുഴുവൻ ഒരേ ഡിഗ്രിയാണ്. സാധാരണ ഹീറോയ്ക്ക് ഒരു പ്രതിഫലം, വില്ലന് വേറെ പ്രതിഫലം, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേറെ പ്രതിഫലം, കോ ആക്ടേഴ്സിന് വേറെ പ്രതിഫലം, ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ അഭിനയിച്ചവർക്കൊക്കെ എല്ലാവർക്കും ഒരേ റെമ്യൂണറേഷൻ, ഒരേ പ്രതിഫലം. അപ്പോൾ ആ പ്രതിഫലമാണ് പ്രതിഫലിക്കുന്നത് ഭഗവാന്റെ വ്യക്തിത്വം. അതാണ് കൃഷ്ണാവതാര ലീലകളുടെ പ്രത്യേകത. ശ്രീകൃഷ്ണനായിട്ട് അഭിനയിക്കുമ്പോൾ മറ്റൊരു ഭാവഭേദങ്ങളുമില്ലാതെ പരബ്രഹ്മം എപ്രകാരമാണോ അപ്രകാരം തന്നെയായിരുന്നു ഭഗവാന്റെ ഭാവം. പുറത്തേക്ക് ഭഗവാൻ സാധാരണ യഥാ ഇതര ഗാർഹകമേധികാംശ്ചരൻ എന്ന് ശ്രീ ശുകബ്രഹ്മർഷി സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരാളെ പോലെ തന്നെ ഗൃഹകൃത്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഒന്നാം തരം ഉദാഹരണ സഹിതം അല്ലെങ്കിൽ ഉദാഹരണീയനായി ഗൃഹസ്ഥാശ്രമം എങ്ങനെ വേണം എന്ന് കാണിച്ചു തരുന്ന രീതിയിൽ ഭഗവാന്റെ ലീലകൾ. അദ്വൈതം എന്നർത്ഥം. ആ അദ്വൈത ഭാവം ജീവിതത്തിൽ പ്രകടിപ്പിക്കാമെന്ന് തെളിയിച്ചതുകൊണ്ടാണ് ഭഗവാനെ പരമാത്മാവായിട്ട് നമ്മൾ ആരാധിക്കുന്നതും ആശ്രയിക്കുന്നതും നമ്മുടെ എല്ലാം ഫേവറേറ്റായിട്ട് ഭഗവാൻ മാറാൻ കാരണവും. പ്രവാളതാമ്രം കിമിതം പദം ക്ഷതം. മറ്റൊരു കുറച്ച് ആൾക്കാരുടെയും കൂടി ഫേവറേറ്റ് ആയിരുന്നു ഗോപികമാരുടെ. ഗോപന്മാർ ഇതന്വേഷിച്ച് നടക്കായിരുന്നു, ഏത് വണ്ടി തട്ടിയതാരാന്ന്. ഗോപന്മാരവിടുന്ന് പോയി അവർ പലരും വർത്തമാനം പറഞ്ഞിരിക്കാൻ തുടങ്ങി, ചിലർ അന്വേഷിക്കാൻ തുടങ്ങി, കാട്ടിലാരെങ്കിലും ഉണ്ടോ, ആരാണ് ഇതിൻ്റെ പിന്നിൽ, അതിന് അവർ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഗോപികമാരുടെ മനസ്സുണ്ട്. പക്ഷെ അങ്ങനെയായിരുന്നില്ല. പ്രവാളതാമ്രം കിമിതം പദം ക്ഷതം.
നല്ല തളിര് പോലെയുള്ള, തളിരിന് ഏറ്റവും മാർദ്ദവമേറിയ വസ്തു എന്നുള്ളതിന് ഉദാഹരണം നമുക്ക് തളിരാണ്. ആ തളിര് പോലെയുള്ള ക്ഷതം പദം, ഇതിന് വല്ല പ്രവാളതാമ്രം പദം ക്ഷതം കിം ഇതും, അതിന് വല്ല ക്ഷതമേറ്റുവോ, അതിന് വല്ല അപകടം പറ്റിയിട്ടുണ്ടോ? ഏറ്റവും മൃദുലമായ ഈ കുഞ്ഞിക്കാലുകൾക്ക് വല്ല പതനവും സംഭവിച്ചുവോ, വല്ല ക്ഷതവും സംഭവിച്ചുവോ? അതിൻ്റെ പരിഭ്രമം അതാണ്. പിന്നെയോ സരോജരമ്യൗനുകരൗ വിരോചിതൗ, ഈ സരോജരമ്യവും താമര പോലെ മൃദുലമായ കുഞ്ഞിക്കൈകൾ, അത് വിരോചിതവും എന്ന് വെച്ചാൽ രോഗമുള്ളതായി തീർന്നുവോ, വേദനയുള്ളതായി തീർന്നുവോ എന്ന്. കാരണം ഇവൻ ആ മരക്കഷങ്ങളുടെ ഇടയിലാണല്ലോ കിടക്കുന്നത്. ഏതെങ്കിലും ഭാഗം കൈകൊണ്ടോ കാലുകൊണ്ടോ തൊട്ടാൽ വേദനിക്കും കുട്ടികളെ, നമ്മുടെ തന്നെ വേദനിക്കുമെങ്കിൽ ചെറിയ കുട്ടികളുടെ പറയാണ്ടോ. അപ്പം തളിര് പോലെ നനുത്ത, തളിര് പോലെ മൃദുലമായ ഈ കുഞ്ഞിക്കാലുകൾ ഇതാ വല്ല ക്ഷതം പറ്റിയതായോ, വല്ല അപകടം പറ്റിയോ കാലിൽ എന്നവർ കാല് തൊട്ട് നോക്കി, തലോടി നോക്കി എന്നർത്ഥം. കൈകളൊന്നിങ്ങനെ 5 വിരൽ പിടിച്ച് മാറ്റി നോക്കി. സരോജരമ്യൗന്നു കരൗ വിരോചിതൗ, രോഗമുള്ളതായി തീർന്നോ, അല്ലെങ്കിൽ രോഗം എന്ന് വെച്ചാൽ വേദനയുള്ളതായി തീർന്നോ കൈ, അതിങ്ങനെ പിടിച്ച് നോക്കിയവർ. താമരയേക്കാൾ മൃദുലമായ കളറും താമരയേക്കാൾ മാർദ്ദവുമുള്ള കൈകൾ. ഇതി പ്രസർപ്പൽ കരുണാതരാങ്കിതാഹ, എങ്ങനെ ഒതുക്കിയാൽ ഒതുങ്ങാതെ, പ്രസർപ്പൽ പ്രസരിക്കുന്ന എന്നർത്ഥം. ഇതി പ്രസർപ്പൽ കരുണാതരാങ്കിതാഹ, പ്രസർപ്പൽ കരുണ എന്നാണ്. എന്ന് വെച്ചാലോ പ്രസരിക്കുന്ന കരുണാതരംഗം. ഇപ്പോൾ ആ ഉണ്ണിയോട് അവർക്ക് കരുണ എന്ന ഭാവമാണെങ്കിൽ പിന്നീട് അതാണ് പ്രേമമായിട്ടും പ്രണയമായിട്ടുമൊക്കെ പരിണമിക്കുന്നത്. കാരണം അവർക്ക് എന്തെന്നില്ലാത്ത ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു ഭഗവാനോട്. ഇവനോട് മാത്രം എന്താ പ്രത്യേകത എന്ന് അവർ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ പക്ഷെ അവർ ചിന്തിച്ചത് ഇതി പ്രസർപ്പൽ കരുണാതരാങ്കിതാ, പ്രസരിക്കുന്ന, പെട്ടെന്ന് തന്നെ വ്യാപിച്ച കരുണയോടുകൂടിയ, കരുണാതരംഗത്തോടു കൂടിയ അവർ ത്വദംഗമാപസ്പൃശുരംഗനാജനാ, ത്വദംഗം ആപസ്പൃശു, ആപസ്പൃശു എന്ന് വെച്ചാൽ ആപാദമൂലം എന്ന് പറയാറില്ലേ, അങ്ങയുടെ ശരീരം മുഴുവൻ തൊട്ടു നോക്കിയെന്നാണ്. ആപസ്പൃശു അംഗനാജനാഹ, ആ പെൺമണികൾ എന്ത് ചെയ്തു? അവിടുത്തെ ശരീരത്തിൻ്റെ കണ്ണ്, മൂക്ക്, നാക്ക്, ചുണ്ട്, കവിള്, കഴുത്ത്, കയ്യ്, ഉദരം, കാലുകൾ, എല്ലാ ഭാഗങ്ങളും അവരിങ്ങനെ ആപാദുകളും എന്താ പറയുക, കൈകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് ഒഴിയുക, തലോട്, അങ്ങനെ പതിവുണ്ടല്ലോ. അത് ചെയ്തു നോക്കിയതാണ്. എവിടെയെങ്കിലുമൊക്കെ വേദന ഉണ്ടെങ്കിൽ കരയൂലോ. അവരുടെ ഗോപന്മാർ മറ്റു പല അന്വേഷണത്തിന് നടക്കുമ്പോൾ ഇവർക്കിപ്പോൾ അത് എന്താ പറയുക, പോസ്റ്റ് ഇൻസിഡൻ്റൽ കാര്യത്തിലല്ല അവർ വിശ്വസിക്കുന്നത്. അവർക്കെന്താ വിഷയം? ഇവന് വല്ല പ്രശ്നം ഉണ്ടായോ എന്നുള്ളതായിരുന്നു അവരുടെ അന്വേഷണം. അവിടെ അവരെന്താ വെച്ചാൽ നോക്കിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ എന്താ വെച്ചാൽ സംഭവിച്ചോട്ടെ, ആ വൃക്ഷം ആര് വേണമെങ്കിൽ തള്ളിയിട്ടോട്ടെ, ആ വണ്ടി ആരാച്ചാൽ പിടിച്ചോട്ടെ. പക്ഷേ ഇവന് വല്ലതും പറ്റിയോ? ആപസ്പൃശുരംഗനാജനാഹ, അവിടുത്തെ അംഗം മുഴുവൻ സ്പർശിച്ചു, അംഗോപാംഗമായിട്ട് സ്പർശിച്ചു നോക്കിയവർ എവിടെയെങ്കിലുമൊക്കെ ക്ഷതമോ വേദനയോ മറ്റോ ഉണ്ടോ എന്നറിയാൻ. അതാണ് അവരുടെ വളരെ യുണീക്കായിട്ടുള്ള, ബിയോണ്ട് എനിത്തിങ് എന്ന ഭാവത്തിലുള്ള അവരുടെ പ്രേമത്തെയാണ് അവിടെ കാണിക്കുന്നത്. അത് ഒരാൾക്ക് തോന്നിയ പ്രേമമല്ല, അവർ ഒരുമിച്ചാണ് സ്നേഹിച്ചത്. അവർ വാശിയോടെ ഭഗവാന്റെ കൈകൾ, ഒരാൾ കൈ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റാൾക്ക് വിശ്വാസം പോരാ. അപ്പോൾ ആ ആളും പിടിച്ച് കൈയൊക്കെ പിടിച്ച് നോക്കും. അത്തരത്തിൽ ഓരോരുത്തരും അംഗനാജനാഹ, പെണ്ണുങ്ങൾ ഓരോരുത്തരും, പെൺജനങ്ങൾ ഓരോരുത്തരും ഇതാ അവിടുത്തെ അംഗത്തെ ആപസ്പൃശുഹു, ഒന്നടങ്കം അംഗോപാംഗമായിട്ട് തൊട്ടു നോക്കി വേദനയുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഇത്രയും വലിയൊരു അപകടം പറ്റിയിട്ട് ഇവൻ എവിടെയെങ്കിലുമൊക്കെ ക്ഷതം പറ്റാണ്ടിരിക്കില്ലല്ലോ ശരീരത്തിൽ. കുഞ്ഞു ശരീരം, ആലില പോലെയുള്ള ശരീരം, വെയിറ്റ് ഇല്ലാത്ത ശരീരം, ഇത്ര ഭീകരമായിട്ടുള്ളൊരു വണ്ടി
ആ വണ്ടി പൊടിഞ്ഞിട്ട് അതിന് നടുവിലപ്പോൾ കിടപ്പ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന് എല്ലാവർക്കും വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നു. ഗോപന്മാർക്ക് ആശങ്ക ഇതാരാ പറ്റിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിലും പുരുഷന്മാർ ഭഗവാനെക്കുറിച്ചല്ല അന്വേഷിക്കുക, ഭഗവാന്റെ ചുറ്റുമുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണവരാണല്ലോ. അതുകൊണ്ടാണല്ലോ യുക്തിവാദികളായത് ഭൂരിഭാഗം. എന്നാൽ സ്ത്രീജനങ്ങൾക്ക് മാതൃവാത്സല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാനെ സ്വന്തമായിട്ട് കിട്ടും എന്ന് കൂടി ഇവിടെ തെളിയിക്കുകയാണ്. പ്രവാളതാമ്രം കിമിതം പദം ക്ഷതം, വളരെ തളിര് പോലെയുള്ള നനുത്ത ഈ പദം ക്ഷതമുള്ളതായോ. സരോജരമ്യൗ കരൗ വിരോചിതൗ, ഈ താമരതുല്യമായ മാർദ്ദവത്തോടു കൂടിയ നനുത്ത കൈകൾക്ക് വല്ല രോഗമുണ്ടായോ, വേദനയുണ്ടായോ. ഇതി പ്രസർപ്പൽ കരുണാതരാംഗിത എന്ന ചിന്തയിൽ ഏറ്റവും കരുണയോടെ അവരെന്ത് ചെയ്തു? ത്വദംഗമാവസ്പൃശുരംഗനാജന, അവിടുത്തെ ശരീരത്തെ മൊത്തം ഒന്ന് തലോടി നോക്കിയവരെല്ലാവരും കൂടി. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണൻ.